ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് പോർഷൻ നാനോ മെറ്റീരിയൽസ് ആണ്, നാനോ കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ നമ്മൾ നാനോ മെറ്റീരിയൽസ് ആദ്യം ഡിഫൈൻ ചെയ്യുന്നു. മെറ്റീരിയൽസ് ഹാവിങ് എനി വൺ ഡയമെൻഷൻ ഇൻ ദി നാനോ റേഞ്ച്. ഏതെങ്കിലും ഒരു ഡയമെൻഷൻ നാനോ റേഞ്ചിൽ, ആ നാനോ റേഞ്ച് ഈസ് 1 to 100 നാനോമീറ്റർ. 1 മുതൽ 100 വരെ നാനോമീറ്റർ സൈസാണ് വരുന്നത്. എക്സാമ്പിൾസ് പറഞ്ഞാൽ DNA വിഡ്ത്ത് 2 നാനോമീറ്റർ ഉള്ള DNA വിഡ്ത്ത് ഉണ്ട്, 1.3 നാനോമീറ്റർ ഉള്ള CNT ഉണ്ട്. അതേതെങ്കിലും എക്സാമ്പിൾ എഴുതുക. ഒരിക്കലും ഹൈഡ്രജൻ ആറ്റമോ ഈക്കോളി ബാക്ടീരിയ ഒന്നും എഴുതരുത്. ദെൻ നമ്മൾ ജനറൽ ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ് ചോദിച്ച് നമ്മൾ ബാക്കിയുള്ള പോർഷനിൽ CNTയുടെ ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്. കാർബൺ നാനോ ട്യൂബ് അത് എഴുതിയാലും കുഴപ്പമില്ല, കാരണം CNT ഈസ് എ നാനോ മെറ്റീരിയൽ. അപ്പോൾ അവിടെ ഇത് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ CNTയുടെ ആപ്ലിക്കേഷനിൽ ഈ ജനറൽ ആപ്ലിക്കേഷൻ എഴുതണ്ട. പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് CNTയുടെ ആപ്ലിക്കേഷൻ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ അത് നിങ്ങൾക്ക് ഈ രണ്ട് കേസിനും ഉപയോഗിക്കാൻ പറ്റും. ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയലിൽ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെന്താ, ട്യൂമേഴ്സ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. റൈറ്റ് എമൗണ്ട് മെഡിസിൻ റൈറ്റ് സ്പോട്ടിൽ ഡെലിവറി ചെയ്യാൻ നാനോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നാനോ കെമിസ്ട്രി നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ബയോകോമ്പാറ്റബിൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്സിനൊക്കെ അതായത് ലൈഫ് ലോങ് അത് നിലനിൽക്കും. അങ്ങനെയുള്ള ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്സിലൊക്കെ നാനോ ടെക്നോളജി യൂസ് ചെയ്യും. ഇനി നമ്മൾ CNTയിലേക്ക് പോവുകയാണ്. CNT ഈസ് കാർബൺ നാനോ ട്യൂബ്. CNTയുടെ ഫോർമേഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് ഫോംഡ് ബൈ റോളിംഗ് 1 atom thickness ഗ്രാഫൈറ്റ്. നമ്മൾ ഗ്രാഫീൻ എന്നാണ് പറയുന്നത്. ഗ്രാഫീൻ ഇൻറ്റു സിലിണ്ടറിക്കൽ ഷേപ്പ്. സിലിണ്ടറിൻ്റെ ഷേപ്പിൽ ഗ്രാഫീനെ റോൾ ചെയ്തെടുക്കുക. രണ്ട് ടൈപ്പ് ഉണ്ട്. സിംഗിൾ വോൾഡ് നാനോ ട്യൂബ് SWNT, MWNT മൾട്ടി വോൾഡ് നാനോ ട്യൂബ്. സിംഗിൾ വോൾഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക, സിംഗിൾ വോളേ കാണത്തുള്ളൂ, ഒറ്റ റൗണ്ട്. നമ്മുടെ ഒരു PVC പൈപ്പ് ആലോചിച്ചാൽ മതി, ഒറ്റ വോളല്ലേ ഉള്ളൂ, ഒരു റൗണ്ട് അല്ലേ ഉള്ളൂ. അതിനെയാണ് സിംഗിൾ വോൾഡ് എന്ന് പറയുന്നത്. മൾട്ടി വോൾഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ചുരുളുകൾ, നമ്മൾ ഈ ബ്രൗൺ പേപ്പറൊക്കെ റോൾസ് കിട്ടത്തില്ല, പേപ്പർ റോൾ, അതേപോലെ ഒന്നിൽ കൂടുതൽ വോൾസ് ഉള്ളതിനെയാണ് മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സിന്തസിസ് ആണ്. ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ 3 പോർഷനിൽ ഈ ഒരു പോർഷൻ കൂടെ ഉണ്ട്. സിന്തസിസ് നമ്മൾ 5 മെത്തേഡ്സ് പറയുന്നുണ്ട്. 5 മെത്തേഡ്സിലും റോ മെറ്റീരിയൽ ഏത് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു, ഇത് രണ്ടും ആലോചിച്ചാൽ മതി. എന്തായാലും CNT ഫോം ചെയ്യും. അപ്പോൾ ഏത് കണ്ടീഷനിൽ ഏത് റോ മെറ്റീരിയൽ യൂസ് ചെയ്യും, ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. HIPCO ഹൈ പ്രഷർ കാർബൺ മോണോക്സൈഡ്, ആ പേരിൽ തന്നെ ഉണ്ട്. റോ മെറ്റീരിയലുണ്ട്, അപ്ലൈ ചെയ്യുന്ന കണ്ടീഷനും ഉണ്ട്. ഹൈ പ്രഷറിൽ ചേംബറിൽ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് നമ്മൾ കടത്തിവിടുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അയണും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അയണിൻ്റെ അവിടുത്തെ റോൾ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റായിട്ട്. അയണിൻ്റെ സർഫസിലാണ് കാർബൺ മോണോക്സൈഡ് വന്ന് ബ്രേക്ക് ചെയ്യും. ഈ ടെമ്പറേച്ചറിൽ ചേംബറിൽ ഹീറ്റ് ചെയ്യുന്നു, ഹൈ പ്രഷർ കൊടുക്കുന്നു. അയണിൻ്റെ സർഫസിൽ വെച്ച് കാർബൺ മോണോക്സൈഡ് കാർബൺ ആൻഡ് ഓക്സിജനായിട്ട് ബ്രേക്ക് ചെയ്ത് മാറുന്നു. ആ ഫ്രീ ആകുന്ന കാർബൺ കമ്പൈൻ ചെയ്തിട്ടാണ് CNT ഫോം ചെയ്യുന്നത്. ഇത്ര എഴുതിയാൽ മതി. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്സിജൻ CO2 ആകുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വിട്ടുതരാം. നിങ്ങൾ HIPCO എന്താണെന്ന് ചോദിച്ചാൽ ഹൈ പ്രഷർ കാർബൺ മോണോക്സൈഡ് സിന്തസിസ്. ഹൈ പ്രഷർ ഈസ് യൂസ്ഡ് കാർബൺ മോണോക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ എ ചേംബർ കണ്ടെയ്നിങ് ഹൈ പ്രഷർ ആൻഡ് ഈസ് ഹീറ്റഡ് ഇൻ എ ചേംബർ കണ്ടെയ്നിങ് ഹൈ പ്രഷർ. Iron is used as a catalyst. On the surface of the iron, carbon monoxide splits into carbon and oxygen and CNT is formed. അത്ര എഴുതിയാൽ മതി. അടുത്തത് CVD, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷനിൽ നമ്മൾ ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറാണ് കൊടുക്കുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് മീഥെയിൻ പോലുള്ളൊരു ഹൈഡ്രോ കാർബണാണ്. CH എന്നുള്ള ബോണ്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. മീഥെയിൻ പോലുള്ള ഹൈഡ്രോ കാർബൺ യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് ചേംബറിൽ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് CH ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ പ്രോസസ്സ് തന്നെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഡയറക്റ്റ് കൊടുക്കുന്നതിന് ഒരു പ്ലാസ്മ കണ്ടീഷൻ അപ്ലൈ ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ ടോർച്ച് മെത്തേഡ്. അവിടെ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയലിന് മാറ്റമില്ല, മീഥെയിൻ തന്നെയാണ്. അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ ഡയറക്റ്റ് ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നതിന് പ്ലാസ്മ കണ്ടീഷൻ കൊടുക്കുന്നു. സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്.
നെക്സ്റ്റ് വൺ ഈസ് ആർക്ക് ഡിസ്ചാർജ് മെത്തേഡ്. ഇലക്ട്രിക് ആർക്ക് ജനറേറ്റ് ചെയ്യുന്നു. രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ രണ്ട് ഗ്രാഫൈറ്റ് റോഡ് എടുക്കുക, 50 ആംപിയേഴ്സ് അതായത് ഹൈ കറണ്ട് പാസ് ചെയ്യുക. ഹൈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഏതാണോ നെഗറ്റീവ് ഫീൽഡായിട്ട് ആക്ട് ചെയ്യുന്ന നെഗറ്റീവ് ഫീൽഡായിട്ട് ആക്ട് ചെയ്യുന്ന ഗ്രാഫൈറ്റ് വേപ്പറൈസ് ചെയ്യും. ഇലക്ട്രിക് ആർക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹൈ ടെമ്പറേച്ചർ മൂലം ആ നെഗറ്റീവ് ഫീൽഡായിട്ട് ആക്ട് ചെയ്യുന്ന ഗ്രാഫൈറ്റ് വേപ്പറൈസിങ്, ഗ്രാഫൈറ്റിനെ വേപ്പറൈസ് ചെയ്യാൻ മാത്രമുള്ള ഇലക്ട്രിക് ആർക്ക് അല്ലെങ്കിൽ ടെമ്പറേച്ചറാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം അത്രമാത്രം നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നു. ആ വേപ്പറൈസ് ചെയ്യുന്ന ഗ്രാഫൈറ്റ് ഈസ് കാർബൺ. ആ ഗ്രാഫൈറ്റിൽ നിന്നാണ് വേപ്പറൈസ്ഡ് കാർബണിൽ നിന്നാണ് CND ഫോർമേഷൻ നടക്കുന്നത്. പക്ഷേ ഈൽഡ് വളരെ കുറവായ ഒരു പ്രോസസ്സാണ് ആർക്ക് ഡിസ്ചാർജ് മെത്തേഡ്. അഞ്ചാമത്തെ മെത്തേഡ് ലേസർ അബ്ലേഷൻ മെത്തേഡ്. അവിടെ നമ്മൾ ചെയ്യുന്നു, അവിടെ വേപ്പറൈസിങ് ആണ്, ഗ്രാഫൈറ്റ് വേപ്പറൈസ് ചെയ്യുന്നു. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നതിന് പകരം ലേസർ പാസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് ഗ്രാഫൈറ്റ് റോഡൊന്നും വേണ്ട, ഒരു സിംഗിൾ ഗ്രാഫൈറ്റ് റോഡിൽ നിന്ന് ലേസർ ഉപയോഗിച്ച് ഗ്രാഫൈറ്റിനെ വേപ്പറൈസ് ചെയ്യുന്നു. ആ വേപ്പറൈസ് ചെയ്യുന്ന ഗ്രാഫൈറ്റിനെ ഒരു കൂളിംഗ് സർഫസ്, കോപ്പറിൻ്റെ ഒരു കൂളിംഗ് സർഫസിലേക്ക് കൺവേർട്ട് ചെയ്ത് അപ്പോൾ തന്നെ കണ്ടൻസ് ചെയ്ത് CND. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. നമ്മുടെ ലേസർ മെത്തേഡ് ഇലക്ട്രിക് ആർക്ക് മെത്തേഡിനേക്കാൾ, ആർക്ക് ഡിസ്ചാർജ് മെത്തേഡിനേക്കാൾ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ഈ 5 മെത്തേഡ്സാണ്. അപ്പോൾ 5 മെത്തേഡ്സ് ശരിക്കും 3 റോ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. HIPC ഓയിൽ, കാർബൺ മോണോക്സൈഡ്, ഹൈ പ്രഷർ. അടുത്ത 2 മെത്തേഡ് CVDയും പ്ലാസ്മ ടോർച്ചിലും സെയിം റോ മെറ്റീരിയലാണ് കൊടുക്കുന്ന കണ്ടീഷൻ സെയിം ആണ്. ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നു, റോ മെറ്റീരിയൽ മീഥേൻ കൊടുക്കുന്നു, ഹൈഡ്രോ കാർബൺ കൊടുക്കുന്നു. അടുത്തത് രണ്ടിലും ഗ്രാഫൈറ്റിനെ വേപ്പറൈസ് ചെയ്യുന്നു. വേപ്പറൈസ് ചെയ്യാൻ ഒന്നിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നു, അടുത്തതിൽ ലേസർ പാസ് ചെയ്യുന്നു. അപ്പോൾ 3 മെത്തേഡ്സേ ഉള്ളൂ. ശരിക്കും 3 കാര്യങ്ങൾ ഓർത്താൽ മതി, 5 മെത്തേഡ്സ് എഴുതാൻ പറ്റും. ഇതൊക്കെ 6 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് CND ആണ്. അത് നമുക്കറിയാം, ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നുണ്ട്. വെരി സ്ട്രോങ് ആണ്, പിന്നെ 100 ടൈംസ് സെയിം തിക്നെസ് ഉള്ള സ്റ്റീലുമായിട്ട് കമ്പയർ ചെയ്ത് 100 ടെൻസൈൽ സ്ട്രെങ്ത് 100 ടൈംസ് സ്ട്രോങ്ങർ ആണ്. യങ്സ് മോഡുലസ് സ്റ്റീലിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണ്. സെയിം ഡയമീറ്റർ ഉള്ള സ്റ്റീലുമായിട്ട് കമ്പയർ ചെയ്താൽ ലൈറ്റ് വെയിറ്റ് ആണ്. ഡെൻസിറ്റി 4/1 മാത്രമേ, 1/4 മാത്രമേ ഉള്ളൂ, അത്രമാത്രം. അപ്പോൾ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്ട്രോങ് സബ്സ്റ്റൻസ് ആയിട്ട് ആണ് CND എന്ന് പറയുന്നത്. പിന്നെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇത് തമ്മിലൊരു ചെറിയ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, സ്റ്റിക്കി ആയിട്ട് തോന്നും, നമുക്ക് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. പിന്നെ നമ്മൾ പറഞ്ഞു, ഒരു ഇലക്ട്രോൺ ഇതിനുള്ളിലൂടെ ട്രാവൽ ചെയ്യുന്ന വളരെ ഫാസ്റ്റായിട്ട്, ഒരു സ്മൂത്ത് ചാനലിലൂടെ എങ്ങനെയാണ് വേവ് ട്രാവൽ ചെയ്യുന്ന അത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ ആ മൂവ്മെൻറ്റിനെയാണ് ബാലിസ്റ്റിക് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ പോയിൻറ്റ്സ് എന്താ, ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ അറിയാമല്ലോ, തിയറി പോർഷൻ കുറവാണ്. അതുകൊണ്ട് എല്ലാ പോർഷനും ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് CND ആണ്. പ്രോപ്പർട്ടീസ് നമ്മൾ ജനറൽ പ്രോപ്പർട്ടീസ് ഒരിക്കലും CNDയുടെ പ്രോപ്പർട്ടി ആയിട്ട് എഴുതരുത്. CND എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്, അത് സ്പെസിഫൈ ചെയ്ത് തന്നെ എഴുതണം. ഈ പ്രോപ്പർട്ടി ജനറൽ പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ ഇത് തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കോമ്പോസിറ്റ് മെറ്റീരിയലിൽ സ്ട്രെങ്തനറായിട്ട് യൂസ് ചെയ്യുന്നു. മോളിക്കുലർ സൈസ്ഡ് ടെസ്റ്റ് ട്യൂബ്സ്, ഡ്രഗ് ഡെലിവറിയിൽ മോളിക്കുലർ സൈസ്ഡ് ടെസ്റ്റ് ട്യൂബായിട്ട് യൂസ് ചെയ്യുന്നു. കണ്ടക്ടേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സായിട്ട് യൂസ് ചെയ്യുന്നു. ഹീറ്റ് ലോസ് ഇല്ലാതെ ഹീറ്റ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സോളാർ പാനൽസിലൊക്കെ എനർജി ലോസ് ഇല്ലാതെ ഹീറ്റ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ കോപ്പറിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു 4 പോയിൻ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. അറ്റോമിക് സ്ട്രക്ചർ, കറ്റാലിസിസ്, നാനോ കെമിസ്ട്രിയിൽ സിന്തസിസ് ഉറപ്പാണ്. പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽ CND ഉറപ്പാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽ അല്ലെങ്കിൽ CND ചോദിച്ചിരിക്കും, ചിലപ്പോൾ രണ്ടും ചോദിക്കാം. ദെൻ ടൈപ്സ് ഓഫ് CND, സിംഗിൾ വോൾട്ട് ആൻഡ് മൾട്ടി വോൾട്ട്. അത്രയേ ഉള്ളൂ നാനോ കെമിസ്ട്രി. അതും പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, താങ്ക് യു.